ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് എൻ്റെ കൂടെ കുഞ്ഞാണുള്ളത്. ഇന്ന് നമുക്ക് മുട്ടത്തോടും കൊണ്ട് എങ്ങനെയാണ് ഒരു കാൽഷ്യം സപ്ലിമെൻ്റ് ഉണ്ടാക്കാൻ പറ്റുന്നത് നോക്കാം. അപ്പോൾ ഒരു 8-10 മുട്ടയുടെ തോട് വേണം. നിങ്ങൾ ഒരാഴ്ച ഉപയോഗിക്കുന്ന മുട്ടയുടെ തോടെടുത്ത് മാറ്റി വെച്ചാൽ മതി. ആദ്യം തന്നെ നന്നായിട്ട് കഴുകുക. എന്നിട്ട് അതിനകത്തുള്ള ഒരു പാടയുണ്ടല്ലോ, അത് കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ചെയ്യണം. ഇപ്പോൾ വെയിലുണ്ടെങ്കിൽ വെയിലത്ത് വെച്ച് നന്നായിട്ട് ഉണക്കുക. ഇപ്പോൾ വെയിലില്ലാത്ത അവസ്ഥയാണെങ്കിൽ അവനിൽ വെച്ച് ചൂടാക്കി ഉണക്കി എടുക്കുകയും ചെയ്യാം. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. നമ്മൾ എടുത്ത് മാറ്റി വെച്ചേക്കുന്ന എഗ്ഷെല്ല്, ഇതിൻ്റെ വെളിയിലുള്ള ഡേർട്ടൊക്കെ നന്നായിട്ട് ഉരച്ച് കളയുക. എന്നിട്ട് ഈ അകത്തുള്ള മെംബ്രെയിൻ ഉണ്ടല്ലോ, ഇതിനകത്തുള്ള മെംബ്രെയിനും എടുത്ത് കളയേണ്ടതാണ്. ഇതിപ്പോൾ ഞാൻ കളഞ്ഞു വെച്ചേക്കുവാണ്. എനിക്കിവിടെ വെയിലത്ത് വെച്ച് ഉണക്കാൻ പറ്റില്ലാത്തതുകൊണ്ട് എങ്ങനെയാണ് അവനിൽ വെച്ച് ഉണക്കാൻ പറ്റുന്നതെന്ന് നോക്കാം. പുഴുങ്ങിയ മുട്ടയാണെങ്കിൽ ഓൾറെഡി ബാക്ടീരിയ ഒക്കെ റിമൂവ് ആയിട്ടുണ്ടാവും. അല്ലാന്നുണ്ടെങ്കിൽ വെള്ളത്തിലൊരു 15 മിനിറ്റ് ഇട്ട് ഈ എഗ്ഷെല്ല് തിളപ്പിക്കേണ്ടതാണ്. അവനിലാണ് ചെയ്യുന്നതെങ്കിൽ ഈ 2 പ്രോസസ്സ് ഒരുമിച്ച് നടന്നോളും. ഇപ്പോൾ 180 ഡിഗ്രി സെൽഷ്യസിൽ സെറ്റ് ചെയ്തിട്ട് 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യാം. ഈ എഗ്ഷെല്ല് ഇതുപോലത്തെ ഒരു ബേക്കിംഗ് ഷീറ്റിലേക്ക് സ്പ്രെഡ് ചെയ്യുക. എന്നിട്ട് പ്രീ ഹീറ്റ് ചെയ്ത് അവനകത്തേക്ക് വെക്കുക. ഇതൊരു 6 to 8 മിനിറ്റ്സ് എടുക്കും കംപ്ലീറ്റ് ആയിട്ട് ഡ്രൈ ആയി വരാൻ വേണ്ടിയിട്ട്. ബേൺ ആവുന്നില്ല എന്ന് ഉറപ്പ് വരുത്തുക. ഓക്കെ, ഇതിപ്പോൾ ഡ്രൈ ആയി കഴിഞ്ഞു. ഇനി ഇത് നന്നായിട്ട് തണുത്തതിന് ശേഷം മിക്സിയിലേക്ക് ആഡ് ചെയ്യാം. ഹൈ പവറിൽ പൾസ് ചെയ്ത് പൊടിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ നമ്മുടെ എഗ്ഷെൽ പൗഡർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. കുഞ്ഞിയുടെ ബോഡി വെയ്റ്റിന് ഒരു 1/8 ടീസ്പൂണാണ് ഡെയിലി റിക്വയർമെൻറ്റ്. അപ്പോൾ ചെറിയൊരു പിഞ്ചാണ് ഞങ്ങൾ ആഡ് ചെയ്യാറ്. ഒരു 15 to 18 കിലോസ് ഒക്കെ ഉള്ള ഡോഗ് ആണെങ്കിൽ നിങ്ങൾ ഒരു 1/2 ടീസ്പൂൺ to 1 ടീസ്പൂൺ പെർ ഡേ ആയിരിക്കും ഇത് കൊടുക്കേണ്ടത്. ഈ പൗഡർ ഒന്ന് അരിച്ചു വെക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ചെറിയ ക്ലംസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇതുപോലെ ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ സ്റ്റോർ ചെയ്യാവുന്നതാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ, സിമ്പിളായിട്ട് ഒരു കാൽഷ്യം സപ്ലിമെൻറ്റ് റെഡി. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ആൻഡ് ഇതുപോലത്തെ വീഡിയോസ് നിങ്ങൾക്ക് കൂടുതലും കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഐ വിൽ സീ യു നെക്സ്റ്റ് വീക്ക്. ബൈ ബൈ ബൈ.